ചെറുതും വലുതുമായ നിരവധി സ്ഫോടനങ്ങളാണ് തലസ്ഥാന നഗരിയെ ഭീതിയിലാഴ്ത്തിയിട്ടുള്ളത്. 1997 മുതൽ പലവട്ടം ഡൽഹിയെ ഭീകരർ ലക്ഷ്യം വെച്ചു. 97-ലെ ഭീകരാക്രമണത്തിൽ 50 പേർക്ക് പരുക്കേറ്റു. അതേ വർഷം ഒക്ടോബർ 1-ന് സർദാർ ബസാറിൽ ഒരു പ്രകടനത്തിനടുത്തുണ്ടായ 2 സ്ഫോടനങ്ങളിൽ 30 പേർക്ക് പരുക്കേറ്റു. അതേ വർഷം തന്നെ നവംബർ 30-ന് ചെങ്കോട്ട പരിസരത്തുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 70 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. 2000 ജൂൺ 18-ന് ചെങ്കോട്ട പരിസരത്തുണ്ടായ സ്ഫോടനത്തിൽ ഒരു 8 വയസ്സുകാരിയടക്കം 2 പേർ കൊല്ലപ്പെട്ടു. 2001 ഡിസംബർ 13-ന് നടന്ന പാർലമെന്റ് ആക്രമണത്തിൽ 8 സുരക്ഷാ ഉദ്യോഗസ്ഥരും 5 ഭീകരരും ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടു. സംഭവത്തിനു പിന്നിൽ ലഷ്കർ-എ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദുമാണെന്നാണ് കണ്ടെത്തൽ. ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധം ഈ ആക്രമണത്തെ തുടർന്നാണ് വഷളായത്. 2005 ഒക്ടോബർ 29-ന് സരോജിനി നഗറിലും പഹർഗഞ്ചിലും ഗോവിന്ദ്പുരിയിലും നടന്ന ശക്തമായ സ്ഫോടനങ്ങളിൽ 59 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 155 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. 2006 ഏപ്രിൽ 14-ന് ജമാ മസ്ജിദ് പരിസരത്തുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 14 പേർക്ക് ഗുരുതരമായി പരുക്കേറ്റു. 2008 സെപ്റ്റംബർ 13-ന് കൊണാട്ട് പ്ലേസ്, കരോൾ ബാഗ്, ഗ്രേറ്റർ കൈലാഷ് എന്നിവിടങ്ങളിൽ 5 ഒരേ സമയത്തുണ്ടായ സ്ഫോടനങ്ങളിൽ 25 പേർ കൊല്ലപ്പെടുകയും 150-ലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. സെപ്റ്റംബർ 27-ന് മെഹ്റൂലിയിലെ ഫ്ലവർ മാർക്കറ്റിലുണ്ടായ സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. 21 പേർക്കാണ് അന്ന് പരുക്കേറ്റത്. 2011 സെപ്റ്റംബർ 7-നാണ് ഡൽഹിയിൽ ഏറ്റവും ഒടുവിൽ ഒരു വലിയ ഭീകരാക്രമണമുണ്ടായത്. ഡൽഹി ഹൈക്കോടതിക്ക് പുറത്ത് ബ്രീഫ് കേസ് ബോംബ് പൊട്ടിത്തെറിച്ച് 14 പേരാണ് കൊല്ലപ്പെട്ടത്. 88 പേർക്ക് പരുക്കേറ്റു. റിസർച്ച് ഡെസ്ക് 24.